നമസ്കാരം. സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാമായണ കഥ 4-ാം ഭാഗം കേൾക്കാം. സമർപ്പണം വിജയാശാന്തൻ കോമളപുരം. അവതരണം കൃഷ്ണ രാജീവ് പോത്തുശ്ശേരി. കുറേ വർഷങ്ങൾ കടന്നുപോയി. ദശരഥ മഹാരാജാവ് ശാപവും മറ്റു സംഭവങ്ങളും മറന്നു. എന്നാലും മക്കളില്ലാത്ത ദുഃഖം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു പ്രഭാതത്തിൽ രാജാവ് കുലഗുരുവായ വസിഷ്ഠമുനിയോട് ചോദിച്ചു, പുത്രന്മാരുണ്ടാവാൻ എന്തു ചെയ്യണം? മുനി പറഞ്ഞു, പുത്രകാമേഷ്ടി യജ്ഞം നടത്തുക. യജ്ഞാചാര്യനായി ഋഷ്യശൃംഖനെയും വരുത്തണം. അങ്ങനെ കുലഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പുത്രകാമേഷ്ടി യജ്ഞം നടത്താൻ തീരുമാനിച്ചു. ഋഷ്യശൃംഖനെ വരുത്തുവാൻ ഏർപ്പാടും ചെയ്തു. രാജാവ് യജ്ഞം നടത്താൻ പോകുന്ന വാർത്ത നാടെങ്ങും പരന്നു. അയോധ്യാവാസികൾ ഉത്സാഹഭരിതരായി. സരയൂ നദിയുടെ വടക്കുഭാഗത്തായി വിശാലമായി പരന്നു കിടക്കുന്ന മൈതാനത്തിൽ യാഗശാലയ്ക്ക് സ്ഥലം നിശ്ചയിച്ചു. എന്നിട്ട് വൈദിക വിധികളനുസരിച്ച് യജ്ഞശാലയും മറ്റു മന്ത്രങ്ങളുടെയും പണി തുടങ്ങി. അയോധ്യയുടെ മുഖച്ഛായ തന്നെ മാറി. അയോധ്യ ഒരു ജനസമുദ്രമായി. ഋഷ്യശൃംഖന്റെ നേതൃത്വത്തിൽ യാഗം സമാരംഭിച്ചു. യജ്ഞം അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ പെട്ടെന്നാണത് സംഭവിച്ചത്. ഹോമകുണ്ഡത്തിൽ നിന്നും ഒരു അത്ഭുത പുരുഷൻ സർവാഭരണ വിഭൂഷിതനായി സ്വർണം കൊണ്ടുള്ള ഒരു കൊച്ചു ഉരുളിയുമായി പൊങ്ങി വന്നു. എല്ലാവരും അത്ഭുതത്തോടെ വിഴിച്ചു നിന്നു. ആ ദേവൻ ആ സ്വർണ്ണ ഉരുളി രാജാവിൻ്റെ നേരെ നീട്ടിക്കൊണ്ടു പറഞ്ഞു, ഇത് ദേവനിർമ്മിതമായ ദിവ്യ പായസമാണ്. ഈ പായസം അങ്ങയുടെ രാജ്ഞിമാർ കഴിച്ചാൽ അങ്ങേക്ക് പുത്രസൗഭാഗ്യം കൈവരും. ദശരഥ മഹാരാജാവിന് പായസപാത്രം നൽകിയിട്ട് ആ ദിവ്യ പുരുഷൻ പെട്ടെന്ന് മറഞ്ഞു. താപസന്മാരുടെയും ഗുരുവിൻ്റെയും നിർദ്ദേശപ്രകാരം രാജാവ് പായസത്തിൻ്റെ പകുതി കൗസല്യാദേവിക്ക് കൊടുത്തു, പകുതി കൈകേയിക്കും കൊടുത്തു. കൗസല്യാദേവി തനിക്ക് കിട്ടിയതിൻ്റെ പാതി സുമിത്രയ്ക്ക് നൽകി. ഇതു കണ്ട കൈകേയി തനിക്ക് കിട്ടിയ പായസത്തിൻ്റെ പാതി സുമിത്രയ്ക്ക് കൊടുത്തു. റാണിമാരുടെ ഈ പ്രവൃത്തി രാജാവിനെ വളരെ സന്തോഷിപ്പിച്ചു. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം. നന്ദി, നമസ്കാരം.